എന്തായാലും ഈ JSKയുടെ കാര്യം ബഹുമാനപ്പെട്ട അശ്വിനി വൈഷ്ണവ് ജിയുടെ അടുത്ത് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തു. ആ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രൊഡ്യൂസേഴ്സും ഫെഫ്കയും അമ്മയും ഒക്കെ കൂടെ തന്നുള്ളൊരു മെമ്മോറാണ്ടമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ കൈമാറി. ഫിലിം ചേംബർ വന്നൊരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പരിശോധിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഇനിയിപ്പം ബുധനാഴ്ച ആണെന്ന് തോന്നുന്നു കേരള ഹൈക്കോടതി അത് കാണുന്നത്. അത് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. അതെ, ഇതുപോലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പോയാൽ പറ്റത്തില്ലല്ലോ. ഇത് ഇപ്പം ജാനകി എന്ന് പറയുന്നൊരു പേര് വരിക എന്ന് പറഞ്ഞാൽ എത്രയോ 5 പടങ്ങൾ വന്നിട്ടുണ്ട് ജാനകി. സീതാ കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പേര് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പടവും ചെയ്യാനൊക്കില്ല. മിക്കവാറും ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ പേര് വരും, ഏതെങ്കിലുമൊക്കെ ആരുടെ പേരിലായാലും. ഇപ്പം നിങ്ങളുടെ ഒക്കെ പേരെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പം അത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് എന്താണെന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് പറഞ്ഞു. എന്താ അല്ല, മാർഗരേഖ ഇപ്പോൾ ഇല്ലല്ലോ. അത് അവരാണ് ഉണ്ടാക്കേണ്ടത്, സെൻസർ ബോർഡാണ് ഉണ്ടാക്കേണ്ടത്. നമ്മളിപ്പോൾ അദ്ദേഹത്തിനൊരു നിവേദനമാണ് കൊടുത്തത്, ഇൻഡസ്ട്രിയുടെ നിവേദനം. ഞാനിവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. സെൻസർ ബോർഡ് സെൻസ് ഇല്ലാതായി പോകുന്നതെന്നുള്ളത് എനിക്ക് പറയാനൊക്കില്ല. സെൻസ് ഉള്ളവർ തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. പക്ഷെ ചില ആളുകൾ സെൻസിബിൾ അല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. തിരുവനന്തപുരത്ത് നിന്ന് ക്ലിയർ ചെയ്ത പടമാണ്. ഇതിനു മുമ്പ് ഒരു പടം വന്നു. അത് പിന്നെ ആ പാവം പത്മകുമാർ എന്ന ഡയറക്ടർ അത് മാറ്റിയിട്ട് ജാനകി എന്നുള്ള ജയന്തി എന്ന് മാറ്റാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ മാറ്റാൻ തുടങ്ങിയാൽ നമുക്കിപ്പോൾ എങ്ങനെ പറയാനൊക്കും? ഇപ്പോൾ ഒരു സിനിമ കൊണ്ടുവന്ന് നമ്മൾ തിരുവനന്തപുരത്തുള്ള സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ച് ബോംബെ വരുമ്പോഴത്തേക്ക് ബോംബെയിലുള്ള ആൾക്കാർ അത് റിജക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ആ പടത്തിന്റെ റിലീസ് മാറിപ്പോയില്ലേ, എത്ര രൂപ നഷ്ടം വരും? അതെനിക്കറിയില്ല. അത് അവരോട് തന്നെ ചോദിക്കണം. ഞാൻ മുഖ്യമന്ത്രിയാണ് അതിലത്തെ നായകൻ, എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു അല്ല, അതിപ്പം ഞാൻ പടം കണ്ടിട്ടില്ല, എനിക്ക് അതിൻ്റെ അകത്ത് ഒരു കാര്യവും അറിയില്ല. കേന്ദ്രമന്ത്രി എന്ന് ഉദ്ദേശിച്ച സുരേഷ് ഗോപി അല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് പറയാനൊക്കില്ല. ഇപ്പൊ സെൻസർ ബോർഡ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് പറയുമ്പോൾ ഇത് സുരേഷ് ഗോപിയാണോ മോഹൻലാലാണോ എന്ന് അവർ നോക്കൂലല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങളെ അവിടെ നോക്കാറ്. പടം UA ക്ലിയർ ചെയ്ത് പോയ പടമാണ്. ഇതിനു മുമ്പ് വന്നത് യു സർട്ടിഫിക്കറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പോയ പടം. 2 പടവും അവിടെ നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. സുരേഷ് ഗോപിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇടപെടൽ ഇതിലുള്ളതായിട്ട് സിനിമാ സംഘടനകൾ സംസാരിച്ചിട്ടുണ്ടോ? അല്ല, മൗരൻ അദ്ദേഹത്തിന് അമർഷമുണ്ട്. പക്ഷെ അദ്ദേഹം അത് പ്രകടിപ്പിക്കാത്തതാണ്. അത് വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ. അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. സുരേഷ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ സുരേഷ് ഒരു മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളാവുമ്പോഴത്തേക്കും സുരേഷ് അത് സംസാരിക്കാൻ പാടില്ല. സുരേഷിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ സംസാരിക്കും. അല്ല, അങ്ങനെ വേണ്ട. അങ്ങനെ ഇപ്പം അത് പ്രതികരിക്കുമ്പോൾ നിങ്ങളത് തിരിച്ച് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കും. അതുകൊണ്ട് അത് വേണ്ട. അതായിരിക്കണം ഞാൻ പറയുന്നത്. എമ്പുരാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം തിരുവനന്തപുരത്തുണ്ടായി. അത് പിന്നെ റീസെൻസർ ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോഴായിരിക്കും കൂടുതൽ ജാഗ്രത തോന്നുന്നത് അവർക്ക്. അതുകൊണ്ടായിരിക്കണം ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നം വന്നത്. എല്ലാം തുടക്കം അവിടെ നിന്നാണ്. അല്ല, അത് കോടതി എന്ന് പറയുന്ന വലിയ അധികാരമുള്ളൊരു സ്ഥാപനമല്ലേ. കോടതി അതിന്റെ ന്യായമല്ലേ നോക്കുന്നത്. ഈ പേരിടാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളതല്ലേ കോടതി സ്ഥിതി. അപ്പോൾ കോടതിക്ക് ഇടപെടാം, 100% ഇടപെടാം. അതിന് വിധി വരികയും ചെയ്യും. എന്റെ ബലമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കോടതി അതിന് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാവുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറയാനൊക്കില്ല. ജാഗ്രത ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം എമ്പുരാൻ. കാരണം എല്ലാവരും വളരെ ജാഗരൂകരായി. അങ്ങനെ പറയാനൊന്നും നോക്കില്ല. ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് വന്നാലും കോൺട്രവേഴ്സി വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തി എന്നേ പറയാം. അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഇതിപ്പം എന്തായാലും അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് ഇപ്പം എന്തായാലും കോടതിയുടെ ഇപ്പം സബ് ജുഡീസ് ആയിരിക്കുന്ന സ്ഥാനത്തിൽ നമുക്ക് അഭിപ്രായം പറയാനൊക്കില്ല. എന്തായാലും കോടതി വരട്ടെ. കോടതിയിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ബുധനാഴ്ച കണ്ടാണ് കാണുന്നത് കോടതി. അദ്ദേഹം തീരുമാനിക്കട്ടെ. അല്ല, മിനിസ്റ്റർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അല്ല, മിനിസ്റ്റർക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ പറയാനൊക്കില്ലല്ലോ. ഇതൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമല്ലേ. നമ്മൾ കൊടുത്തോടനെ മിനിസ്റ്റർ ശരിയാക്കി തരാമെന്നൊന്നും അദ്ദേഹത്തിന് പറയാനൊക്കില്ല. അദ്ദേഹം ഞാനൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ആരാധിക്കുന്നതായിട്ടുള്ളൊരു മിനിസ്റ്ററാണ് അദ്ദേഹം. വളരെ സെൻസിബിളായിട്ടുള്ളൊരു, നമ്മൾ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു മിനിസ്റ്റർമാരിലുള്ള ഒരാളാണ് അദ്ദേഹം. എന്തായാലും അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്താണ്.